നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ ആണവ പദ്ധതി രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുവെന്നും വൈകാതെ ആ വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഇറാൻ പറഞ്ഞ് മണിക്കൂറുകൾ, ദിവസങ്ങൾ പിന്നിട്ടില്ല. അതിനിടയിൽ ഇതാ ഇറാന്റെ 13 കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിന്റെ ആക്രമണം. വീണ്ടും ഒരു യുദ്ധഭീതിയിൽ ലോകമായിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തിന് തുടക്കമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേൽ പോരാട്ടം ഹമാസ് ഇസ്രായേൽ പോരാട്ടം പോലെ ആയിരിക്കില്ല എന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണ ഏവർക്കുമുണ്ട്. രണ്ട് വമ്പൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഇറാൻ ഇസ്രായേൽ പോരാട്ടം. ഇത് കടുക്കുകയാണെങ്കിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഗാസയിലെയും ഹമാസിനോടുള്ള ആക്രമണത്തിനിടെ ഗാസയുടെ സ്ഥിതി എന്താണോ ആ രീതിയിലായിരിക്കില്ല ഇറാൻ ഇസ്രായേൽ പോരാട്ടം എന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് ആണ് ഒരു അഭിമുഖത്തിലൂടെ ഇത്തരത്തിൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത്. ഇത് സംബന്ധിച്ച തെളിവുകളൊന്നും ഇറാൻ പുറത്തുവിട്ടിരുന്നില്ല. എന്തായാലും ഇത് പറഞ്ഞ് ദിവസങ്ങൾക്കകം ഇറാനെ കയറി അടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. കനത്ത പോരാട്ടമാണ് നടന്നിരിക്കുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയത്. ഇറാന് നേർക്ക് ആക്രമണം തുടങ്ങിയതായി ഇസ്രായേൽ വ്യക്തമാക്കി. നിരവധി ഇടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാനെ ഇസ്രായേൽ ആക്രമിക്കും എന്ന സൂചനകളൊക്കെ തുടക്കത്തിൽ തന്നെ കിട്ടിയിരുന്നു. ഈ സൂചനകൾ നിലനിൽക്കവേ അമേരിക്ക കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇറാഖിലെ ചില ജീവനക്കാരെ ഒഴിപ്പിക്കാനും പെന്റഗൺ അനുവാദം നൽകി എന്നതടക്കമുള്ള അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കമൊക്കെ അമേരിക്ക നടത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നും സൈനിക കുടുംബാംഗങ്ങൾക്ക് പിന്മാറാനുള്ള അനുമതിയും പെന്റഗൺ കൊടുത്തിരുന്നു. മേഖലയിലുടനീളം സൈനിക സംഘർഷ സാധ്യത ഉയരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ കൂടി ശക്തമാക്കുമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് വ്യക്തമാക്കിയതാണ്. എന്തായാലും ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തിന് തുടക്കമായിരിക്കുകയാണ്. ഏത് രീതിയിൽ ഇത് അവസാനിക്കും എന്നൊരാശങ്കയാണ് നിലവിൽ ഉള്ളത്. മാത്രമല്ല, ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഹൊസൈൻ സലാമി രക്തസാക്ഷിയായെന്ന് ഇറാനിയൻ ടെലിവിഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ടെഹ്റാൻ ഉൾപ്പെടെ 13 ഇടങ്ങളിലാണ് കനത്ത ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും അമേരിക്കയ്ക്ക് ഈ ഒരു ആക്രമണത്തിൽ പങ്കുണ്ടോ എന്ന ഒരു ചോദ്യമൊക്കെ ശക്തമായിരുന്നു. എന്തായാലും അമേരിക്ക കൈകഴുകി. അതായത് ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുണ്ട്. US പൗരന്മാരെയും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യം വയ്ക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി ഇറാന് നൽകിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ തുടങ്ങിയതായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടിയാണ് ഇത് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ നിർണായക നിമിഷമാണെന്നും ഇതിനെ ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ വ്യോമസേന ഇറാനുള്ളിൽ നിരവധി തവണ ആക്രമണം നടത്തി എന്നതടക്കമുള്ള സ്ഥിരീകരണവും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ കേന്ദ്രങ്ങളും ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ കടുത്ത ആക്രമണം. തീർച്ചയായിട്ടും ഇറാൻ അടങ്ങിയിരിക്കില്ല. തിരിച്ചടി ഉണ്ടാകും. തിരിച്ചടി എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും? ആശങ്കകൾ ശക്തമാണ്. കനത്ത ജാഗ്രതയിലാണ് ഇസ്രായേൽ. ഉറപ്പായിട്ടും ഇറാൻ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയുടെ കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് എവിടെ കയറി പണി കൊടുക്കാമെന്ന് കൃത്യമായി മനസ്സിലാക്കി ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം. തീർച്ചയായിട്ടും ഇറാൻ അടങ്ങിയിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ ഒരു ഓപ്പറേഷൻ കൃത്യമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനിലെ ജനങ്ങളുമായി ഇസ്രായേൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ ഒരു ഇസ്രായേലിന്റെ നിലപാട്. ഇറാൻ ജനതയോടല്ല, ഇറാന്റെ സ്വേച്ഛാധിപത്യ നേതൃത്വത്തിനെതിരെയാണ് പോരാട്ടമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുവെന്ന് സംശയിക്കപ്പെടുന്ന നദാൻ സൈറ്റ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ട് ആക്രമിച്ചത്. മുതിർന്ന ഇറാൻ ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. ഈ ഓപ്പറേഷൻ എത്ര ദിവസം വേണമെങ്കിലും തുടരുമെന്ന ഒരു സൂചന കൂടി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഒരു മുന്നറിയിപ്പ്, അതായത് ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായേക്കാമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജനങ്ങൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചു എന്ന വിമർശനവുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കുന്നതിനിടയിലാണ് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ഇസ്രായേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചു എന്നൊരു കുറ്റപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്.
എന്തായാലും ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ഇറാൻ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ്. നിരവധി എയർ ഇന്ത്യ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല സർവീസ് പൂർത്തിയാക്കാനാകാതെ തിരികെ വരുന്ന സാഹചര്യമുണ്ടായി. ന്യൂയോർക്കിൽ നിന്ന് ദില്ലിയിലേക്കും ദില്ലി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് ലണ്ടനിലേക്കും ന്യൂയോർക്കിലുള്ള നിരവധി വിമാന സർവീസുകൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. നിലവിൽ 16 വിമാന സർവീസുകളെ ഇത് ബാധിച്ചിരിക്കുകയാണ്. വഴിതിരിച്ചുവിട്ട വിമാനങ്ങൾ, തിരിച്ചെത്തുകയോ ചെയ്ത വിമാനങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ യാത്രക്കാർ, അതായത് ദില്ലിയിലേക്ക് തിരിച്ചു വന്ന യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടി സ്വീകരിച്ചത് എന്നാണ് എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ലക്ഷ്യം എന്തായാലും സുരക്ഷ തന്നെയാണ് പ്രധാനം. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് എയർ ഇന്ത്യ പെട്ടെന്ന് പ്രവർത്തിച്ചു എന്നതും ശ്രദ്ധേയം. യാത്ര തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ബദൽ യാത്രാ ക്രമീകരണം ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാത്തവർക്ക് റീഫണ്ടോ സൗജന്യ യാത്രാ പുനഃക്രമീകരണമോ നൽകുമെന്നും. അതേസമയം മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച നൽകിയ മുന്നറിയിപ്പിൽ ഉടൻ മേഖലയിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നാണ് ട്രംപ് വിശദമാക്കിയിരിക്കുന്നത്. ആണവ പദ്ധതികളുടെ തോത് ഉയർത്തുമെന്ന് ടെഹ്റാൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകരോടുള്ള പ്രതികരണത്തിലാണ് ഏറ്റുമുട്ടലിനെ കുറിച്ച് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ആസന്നമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അത് വളരെ നന്നായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന സൂചനകൾക്കിടെ കടുത്ത ജാഗ്രത അമേരിക്ക പുലർത്തിയിരുന്നു. ആക്രമണ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇറാഖിലെ ചില ജീവനക്കാരെ ഒഴിപ്പിക്കാൻ ഇത്തരത്തിലുള്ള നടപടിയൊക്കെ സ്വീകരിച്ചിരുന്നു. എന്തായാലും വീണ്ടും പശ്ചിമേഷ്യ അശാന്തമാവുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇറാൻ ഇസ്രായേൽ പോരാട്ടം കടുത്താൽ അത് ഏത് രീതിയിൽ അവസാനിക്കുമെന്ന ഒരു ആശങ്കയൊക്കെ നിലവിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേലിന്റെ ഈ ഒരു ആണവ രഹസ്യമൊക്കെ ചോർത്തി അത് ഉടൻ പുറത്തുവിടുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയം. ആണവ നിലയങ്ങളെ കുറിച്ചുള്ളതടക്കം നിർണായക വിവരങ്ങളാണ് തങ്ങൾ ചോർത്തിയത് എന്നായിരുന്നു അടുത്തിടെ അറസ്റ്റിലായ ഇസ്രായേൽ പൗരന്മാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ഇന്റലിജൻസ് ടീമിൽപ്പെട്ടവർ ഇസ്രായേലിന്റെ തന്ത്രപരമായ വിവരങ്ങൾ തേടിയെടുത്തുവെന്നും അത് ദൈവത്തിന്റെ സഹായത്തോടെ ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു ഇറാൻ നടത്തിയത്. ആയിരക്കണക്കിന് പേജുകളുള്ള രേഖകളാണ് കിട്ടിയതെന്നും അവ ഉടൻ പരസ്യമാക്കുമെന്നുമായിരുന്നു ഗത്തീഫ് പറഞ്ഞത്. US, യൂറോപ്പ്, മറ്റ് രാജ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് ഗത്തി പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ദശാബ്ദ കാലത്തെ തർക്കം പരിഹരിക്കുന്നതിനായി അമേരിക്ക ഇപ്പോൾ ഇറാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നടപടിയെടുക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.